സുരേഷേട്ടൻ താമസിക്കുന്നത് ലോഡ്ജിലാണ് ഇപ്പോൾ. ആ ലോഡ്ജിലുള്ള ഒരു മനുഷ്യനാണ് നമുക്ക് ഇത്രയും വലിയ സ്വപ്നഭവനം പണിത് തന്നത്. സുരേഷേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വീട് ഒരിക്കലും കിട്ടില്ല. സ്വന്തമായി കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്ത വാവാ സുരേഷേട്ടനാണ് ഈ പാവപ്പെട്ട കുടുംബത്തിന് മനോഹരമായ ഒരു വീട് വെച്ച് കൊടുത്തത്. കണ്ടില്ല, എത്ര മനോഹരമായ വീടാണെന്ന് കണ്ടില്ലേ. വീട് കിട്ടിയപ്പോൾ ആളില്ല. എൻ്റെ ഇടത്തും വലത്തും 2 മക്കളായിരുന്നു. ഇപ്പോൾ എനിക്ക് വലത്ത് സൈഡിൽ ആളില്ല, ഇടത്ത് സൈഡിലെ ആളുള്ളൂ. ആ വീടുകളൊക്കെ അത്ര നല്ല വീടല്ലെങ്കിൽ തന്നെ ആ സ്ഥാനത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു മനസ്സ് തന്നെയല്ലേ. ദൈവതുല്യമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. വീട്ടിൽ കിടന്നുറങ്ങിയ മകളാണ് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടത്. മോളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഒരു വീട്. ആ സ്വപ്നം പക്ഷേ ഇന്ന് കാണാൻ അവളില്ല. അത് ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ്. വലിയ ദുഃഖം തന്നെ, പറയാൻ കഴിയാത്ത ദുഃഖമാണ്. പക്ഷേ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നല്ലൊരു വീട് ആഗ്രഹിച്ചിരുന്നു. അവൾ ആഗ്രഹിച്ച ആ സ്വപ്നം സുരേഷേട്ടൻ നമുക്ക് തന്നു. സുരേഷേട്ടൻ നമുക്ക് 10 വയസ്സ് മാത്രമുള്ള കുട്ടി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പാമ്പ് കടിയേറ്റാണ് അതിദാരുണമായ ഒരു മരണം സംഭവിച്ചത്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാം. ആ വാർത്ത